ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ കമ്പനി അഥവാ മിനറൽ വാട്ടർ കമ്പനി തുടങ്ങുന്നതിന് BIS സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി BI സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി അല്ലാതെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മിനറൽ വാട്ടർ കമ്പനി തുടങ്ങുന്നതിന് BI സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഈ ഉൽപ്പന്നത്തിന് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയും ഈ മാസം 30-ാം തീയതി മുതൽ പുതിയ 1-2 ഡോക്യുമെൻറ്റ്സും കൂടെ നമ്മൾ ഫോസ്കോ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ 30-ാം തീയതിക്ക് മുമ്പായി ആ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഉയർന്ന പിഴ ഇടാൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് ഞാൻ ഇവിടെ പറയാം, ഒന്നൊന്നായിട്ട് പറയാം. ഒന്ന്, കമ്പനിയിൽ നിർബന്ധമായിട്ട് മൈക്രോബയോളജി കെമിക്കൽ ലാബ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതിൽ ടെസ്റ്റിംഗ് ഗ്ലാസ്വെയർ, ടെസ്റ്റിംഗ് മിഷനറി ഡീറ്റെയിൽസ്, ടെസ്റ്റിംഗ് കെമിക്കൽ ഡീറ്റെയിൽസ്, കൂടാതെ ടെസ്റ്റിംഗ് മെത്തേഡ്, ഡെയിലി ടെസ്റ്റ് മെത്തേഡ്, മന്ത്ലി ടെസ്റ്റ് മെത്തേഡ്, 6 മന്ത് ടെസ്റ്റ് മെത്തേഡ്, ഇതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ അപ്ലോഡ് ചെയ്യണം. കൂടാതെ രണ്ടാമതായി നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ, സോഴ്സ് ഓഫ് വാട്ടർ, അതിൻ്റെ എഗ്രിമെൻറ്റ്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഉപയോഗിക്കണമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ എഗ്രിമെൻറ്റ്, ഇറിഗേഷനാണ് ഉപയോഗിക്കണമെങ്കിൽ ഇറിഗേഷൻ്റെ എഗ്രിമെൻറ്റ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് വെള്ളമാണ് ഉപയോഗിക്കണമെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് എഗ്രിമെൻറ്റ്, ഇതും കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് സേഫ്റ്റി അതോട്ട് ആ ഫോസ്കോ സൈറ്റിൽ പോയിട്ട് മോഡിഫിക്കേഷൻ എന്നുള്ള സെലക്ട് ചെയ്യുക. മോഡിഫിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 30-ാം തീയതിക്ക് മുമ്പായിട്ട് നേരത്തെ ISI ഉള്ള കമ്പനിയും പുതിയതായി BIS ഇല്ലാതെ തുടങ്ങിയ കമ്പനിയും ഈ ഡീറ്റെയിൽസ് നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഈ മാസം 30-ാം തീയതി മുതൽ ഉയർന്ന പിഴ ഫുഡ് സേഫ്റ്റി ചുമത്തുന്നതാണ്. ഇത് സംബന്ധിച്ച് എന്ത് സംശയങ്ങൾക്കും മിനറൽ വാട്ടർ കമ്പനി സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ansal.com 96 45 29 68 02.